إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فما يضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്തു. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. നമ്മളുടെ നാട്ടിൽ വളരെ സജീവമായി കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ടുകൊണ്ട് ലഹരിക്കെതിരെയുള്ള കർശനമായ നടപടികളുമായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലഹരിയുടെ ഉറവിടങ്ങൾ നശിപ്പിച്ച് കേരളത്തെ ലഹരി മുക്തമാക്കുക എന്നതാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം അതുമായി ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നതുമെല്ലാം അതിനോടനുബന്ധിച്ചുള്ള നടപടികളുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും വാർത്തകളിലൂടെ മനസ്സിലാക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, മദ്യം എന്നത് ഇസ്ലാം വളരെ ഗൗരവമായും എതിർക്കുന്ന, ഹറാമാണ് എന്ന് ഖുർആൻ തന്നെയും പ്രഖ്യാപിക്കുന്ന ഒരു തിന്മയാണ്. അതിന്റെ കുഴപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഇസ്ലാം അതിനെ വിലക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് മനുഷ്യന്റെ ബുദ്ധിയെയാണ്, വിശേഷ ബുദ്ധിയെയാണ്, അവന്റെ തിരിച്ചറിവിനെയാണ് അത് ബാധിക്കുക എന്നതുകൊണ്ടാണ് ഇസ്ലാം വളരെ ഗൗരവമായും അതിനെ എതിർക്കുന്നത് എന്നത് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലഹരി ആദ്യം ബാധിക്കുക നമ്മളുടെ തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞ സംവിധാനത്തെയാണ്. അള്ളാഹു നമ്മളുടെ തലച്ചോറിൽ സംവിധാനിച്ച സംവിധാനത്തെ, ആ സംവിധാനത്തിന്റെ പ്രത്യേകത അതാണ് നമ്മളെ തിരിച്ചറിവുള്ളവരാക്കി മാറ്റുന്നത്. ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ പെങ്ങളാണ്, ഇതെന്റെ മകളാണ്, ഇതെന്റെ കുടുംബക്കാരനാണ്, ഇതെന്റെ സുഹൃത്താണ് എന്ന വകതിരിവും തിരിച്ചറിവും അവർക്ക് നൽകേണ്ടുന്ന അവകാശവും മാന്യതയുമെല്ലാം നൽകുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ്. നമ്മളെ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത് അതിനെയാണ് ആദ്യം ബാധിക്കുക. ക്ലിയറായ രീതിയിലുള്ള തീരുമാനങ്ങൾ ലഹരി ബാധിച്ചവന് എടുക്കുവാൻ സാധിക്കുകയില്ല. സ്വയം നിയന്ത്രണത്തെ, അതുമായി ബന്ധപ്പെട്ട കാര്യവും ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലാണ്. നമ്മളുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ ലഹരി കാരണമാകുന്ന കാര്യമാണ്. ശരി തെറ്റി, ഇതാണ് തെറ്റി, ഇതാണ് ശരി എന്നൊക്കെ തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലെ അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങളാണ്. അതാണ് അവിടെ നിശ്ചലമായി പോകുന്നത്. അപകടകരമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യത ലഹരി ഉപയോഗിക്കുന്നവർക്ക് കൂടും എന്നത് അതിനെപ്പറ്റിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും എല്ലാം തെളിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.
നമുക്കെല്ലാം അറിയുന്ന ഒരുപാട് കൊലപാതകങ്ങളുണ്ട്. ക്രൂരമായ, അതിക്രൂരമായ നരാധമ കൃത്യങ്ങൾ നിറഞ്ഞാടിയ കേരളത്തിന്റെ ഇന്നലകൾ നമ്മളുടെ മനസ്സുകളിൽ മായാതെ കിടപ്പുണ്ടല്ലോ. സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്ന ഒരു മകൻ, അവൻ ആ കൊലപാതകത്തിന് ശേഷം ആർത്തുതുള്ളി പറയുന്നത്, ലഹരിയിൽ ലക്കുകെട്ട് അവൻ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നത്, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിനുള്ള പ്രതികാരമാണ് ഈ കൊലപാതകം എന്ന് പറയുമ്പോ മാതാവിന്റെ മടിത്തട്ട് വിറക്കുമാറുള്ള മക്കളുടെ പ്രഖ്യാപനങ്ങൾ ലഹരി ബാധിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. 5 പേരെ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് കൊന്ന ഒരു യുവാവ് അവന്റെ ഉമ്മയെപ്പോലും അവൻ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തൊരു ക്രൂരമാണല്ലേ! ഇങ്ങനെയൊക്കെ മനുഷ്യർ ചെയ്യുമോ എന്ന് നമുക്ക് ആലോചിച്ചു പോകുന്ന തരത്തിലുള്ള കൊലപാതകങ്ങൾ. പാലക്കാട് ഒരു 10-11 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകമുണ്ട്. യൂട്യൂബിൽ, ന്യൂസ് ചാനലുകളിൽ ഇന്നും അത് പരതിയാൽ നമുക്ക് കാണാൻ കഴിയും. ആ കൊലപാതകം ചെയ്ത മകനെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട് കൊലപാതകത്തെ പറ്റി, അമ്മയെ കൊന്നതിനെ പറ്റിയുള്ള ക്രൂരമായ കഥകൾ നിർലജ്ജം ആ മനുഷ്യൻ പറയുന്നുണ്ട്. അവന്റെ തളർന്നു കിടക്കുന്ന പിതാവിനെ കൊലപ്പെടുത്തിയ രൂപം അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവനോട് പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നിന്റെ പിതാവ് മരിച്ചുവെന്ന് നിനക്കങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയാണ്, ഞാൻ എന്റെ പിതാവിന്റെ നെഞ്ചത്തിങ്ങനെ ചെവി വെച്ച് നോക്കി, ഹൃദയത്തിന്റെ താളമെടുപ്പുകളുണ്ടോ എന്ന് കേൾക്കുവാൻ വേണ്ടി എന്ന് പറയുന്ന ക്രൂരമായ, നിഷ്ഠൂരമായ, സമാനതകളില്ലാത്ത കൊലപാതകങ്ങൾ നമ്മളുടെ സുരക്ഷയാകുമെന്ന്, നമ്മളുടെ കൈപിടിക്കുമെന്ന്, നമ്മളുടെ വേവലാതികളിൽ, നമ്മളുടെ ദുർബലതകളിൽ നമുക്ക് താങ്ങായി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മക്കൾ അവർ ലഹരിയുടെ അടിമകളായി മാറിയാൽ ഉണ്ടാകുന്ന ക്രൂരമായ കൃത്യങ്ങളാണ് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്. മകളെ ക്രൂരമായി കൊന്ന ഒരു പിതാവിന്റെ ചരിത്രം 1 വർഷം മുൻപാണ് നമ്മൾ കണ്ടത്. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം അയാൾ ജയിലിൽ നിന്ന് ഒരല്പസമയത്തേക്ക് ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്തോ മറ്റോ അയാൾ തൂങ്ങി മരിച്ചതും നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. എന്തായിരിക്കും അയാൾ തൂങ്ങി മരിക്കുവാനുള്ള കാരണം? സ്വബോധത്തിൽ ഒരു പിതാവ് തന്റെ മകളെ, പ്രിയപ്പെട്ട മകളെ കൊല്ലുമോ? ഉമ്മയെ കൊല്ലുമോ? ഇല്ല. പക്ഷേ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന മനുഷ്യന് വകതിരിവും വിവേചനവും അതുപോലെ തന്നെ ശരിതെറ്റുകളും എല്ലാം പകർന്നു തരുന്ന അതങ്ങോട്ട് നശിക്കും. അതിനെപ്പറ്റി അത് നിശ്ചലമായി പോകും. അവിടെ ക്രൂരമായ പ്രവർത്തനങ്ങൾ മനുഷ്യരിൽ നിന്നുണ്ടാകും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അൽ ഖംറു ഉമ്മുൽ ഖബായിർ, മദ്യം തിന്മകളുടെ ഉമ്മയാണ്, തിന്മകളുടെ ഉമ്മയാണ്. കള്ള് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായും നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ളിനെ പൂർണ്ണമായും നിരോധിക്കുന്ന സന്ദർഭത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു എന്ന് തുടങ്ങുന്ന വചനം. ഈ കള്ളും ചൂതാട്ടവും അതുപോലെ തന്നെ പ്രതിഷ്ഠകളും അതുപോലെ പ്രശ്നം വെച്ച് നോക്കലും ഇതിനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയാണ്, ഇതൊക്കെ ശൈത്വാന്റെ പ്രവൃത്തികളാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, ഇത് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ വിജയിച്ചവരായി മാറും. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം താളം തെറ്റും, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ അത് ബാധിക്കും, നിങ്ങളെ എല്ലാ നിലക്കും അത് തകർക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കുക. അത് എങ്കിലാണ് നിങ്ങൾ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയാണ്, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, ഈ മദ്യം കൊണ്ട് പിശാച് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കുവാനാണ്. മനുഷ്യന് കലി കയറും, പകമൂക്കും, അത് കുടുംബത്തോടാകും. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തെളിയിക്കുന്നത് ഇങ്ങനെ ലഹരിയുമായി പോകുന്ന ആളുകൾക്ക് സംശയരോഗം ഉണ്ടാവും. എന്റെ ഉപ്പ എന്നെ എക്സൈസിന് പിടിച്ചു കൊടുക്കോ, എന്റെ കയ്യിലുള്ള ഈ ലഹരി വസ്തുക്കൾ അവർ പറഞ്ഞു കൊടുക്കോ എന്നൊക്കെ പേടിയുണ്ടാകും. അവർക്ക് ആദ്യം ശത്രുതയുണ്ടാകുക സ്വന്തം മാതാവിനോടും പിതാവിനോടും തന്നെയായിരിക്കും. ഖുർആൻ അതിന് അടിവരയിടുന്നുണ്ട്. ഈ ലഹരി കൊണ്ട് പിശാച് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുവാനാണ്, നിങ്ങളെ നമസ്കാരത്തിൽ നിന്ന് അകറ്റുവാനാണ്, എന്ന് നിങ്ങളെ ദീനിൽ നിന്ന് അകറ്റുവാനാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ, അതിൽ നിന്ന് വിരമിക്കുവാൻ സമയമായില്ല മനുഷ്യരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇത് ഗൗരവമുള്ള വിഷയമാണ്.
ഒരു കുടുംബവും സുരക്ഷിതമല്ല എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്നലെ മിനിയാന്ന് കണ്ട വാർത്തയില്ലേ, സ്വന്തം കുഞ്ഞിന് വെള്ളം കൊടുക്കുവാൻ കൊടുത്തുവിടുന്ന വാട്ടർ ബോട്ടിലിൽ മദ്യം വിപണനത്തിനു വേണ്ടി വിട്ടയച്ച പിതാവിന്റെ സംഭവം ഇന്നലെയോ മിനിയാന്നോ നമ്മൾ കേട്ടതാണ്. എവിടെയാണ് നമ്മളുടെ മക്കൾ സുരക്ഷിതരായിരിക്കുന്നത് എന്നത് ജാഗ്രതയോടുകൂടി ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്കൂളുകളിലും അതിന്റെ പരിസരങ്ങളിലുമെല്ലാം ചെറിയ ക്ലാസ്സുകളിലേക്ക് 7ാം ക്ലാസ്സുകാർ ലഹരി ഉപയോഗിക്കുന്ന 7ാം ക്ലാസ്സുകാരെയും 8ാം ക്ലാസ്സുകാരെയും ഒക്കെ നമ്മൾ കാണുന്ന കാലമാണിത്. കള്ള്, അതോടൊപ്പം തന്നെ കഞ്ചാവ്, മയക്കുമരുന്ന്, MDMA, മാജിക് മഷ്റൂം, ഇങ്ങനെ തുടങ്ങി അതിന്റെ ചെറിയ രൂപങ്ങളായ ഹാൻസ്, പാൻപരാഗ്, ഇതൊക്കെ നമ്മളുടെ കുട്ടികളുടെ കൈവശം എത്തുന്നു എന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യം, എനിക്കു ശേഷം വരുന്ന ഒരു സമൂഹം അവർ കള്ളിന് പല പേരുകളിടും. ആ പല പേരുകൾ, അതിന്റെ കള്ളി എന്ന് മാറ്റി അതിന് പല പേരുകൾ ഇട്ടുകൊണ്ട് അവരതിനെ ഉപയോഗിക്കും. യുസമ്മൂനഹ ബിഗൈരി ഇസ്മിഹ, അതിൻ്റെതല്ലാത്ത പേര് നൽകിക്കൊണ്ട് അവർ ഉപയോഗിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഖംറിനെ കുറിച്ചാണ്, കള്ളിനെ കുറിച്ചാണ്. എന്താണ് ഖംർ എന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉത്തരം വളരെ ക്ലിയർ ആണ്. കുല്ലു മുസ്കിരിൻ ഖംർ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഖംറാണ്. ഖമറ എന്ന് പറഞ്ഞാല്, ഹിമാർ എന്ന് പറഞ്ഞാല് നമ്മൾ തലമറക്കുന്ന തട്ടത്തിനാണ് ഹിമാർ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈ കള്ളിന് ഖംർ എന്ന് പറയുന്നത്? അത് നമ്മളുടെ തലയെയല്ല മറക്കുക, മറിച്ച് നമ്മളെ ബുദ്ധിയെ മറക്കുന്നതായതുകൊണ്ടാണ് അതിന് ഖംർ എന്ന് പറയുന്നത്. എല്ലാ ബുദ്ധിയെ മറക്കുന്നതും അത് ഖംറാണ്. അത് മദ്യമായാലും മയക്കുമരുന്നുകളായാലും വേറെന്തു പേരിട്ടാലും അത് നമ്മളുടെ ബോധത്തെയും മറ്റുമെല്ലാം നശിപ്പിക്കുന്നതാണോ അത് ഖംറാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഇവിടെ വിമർശിക്കപ്പെടേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. രക്ഷിതാക്കളുടെ സിഗരറ്റ് ഉപയോഗം. അവര് ലഹരിക്കെതിരാണ്, അവർ മദ്യത്തിനെതിരാണ്, അവർ മദ്യമുക്ത കേരളത്തെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ എപ്പോഴും തന്റെ മക്കളുടെ മുന്നിൽ കയ്യിൽ സിഗരറ്റ് വെച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു കുട്ടികൾക്ക് പകരുന്ന ഒരു സന്ദേശമുണ്ടത്. ഇതിന്റെ തുടക്കം ഇവിടെ നിന്നാണ് തുടങ്ങുക. എല്ലാ മദ്യപാനികളുടെയും തുടക്കം സിഗരറ്റിൽ നിന്നും മറ്റിൽ നിന്നുമാണ്. അത് ഹറാമാണ്. അത് ലഹരി അല്ലെങ്കിലും അത് ഹറാമാണ്. പല വിധത്തിൽ അത് ശരീരത്തെ നശിപ്പിക്കുമെന്നതിനാൽ സ്വയം ഒരു സ്ലോ പതുക്കെയുള്ള ഒരു ആത്മഹത്യയിലേക്ക് അത് കൊണ്ടെത്തിക്കുമെന്നതിനാൽ, ശരീരത്തിന് ഉപദ്രവം ഉണ്ടാകുമെന്നതിനാൽ, പണത്തെ വെറുതെ നശിപ്പിച്ചു കളയലാണ് എന്നതിനാലൊക്കെ അത് ഹറാമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളും ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഈ മദ്യം വിളമ്പുന്ന സദസ്സുകളിലേക്കൊക്കെ, സൽക്കാരങ്ങളിലേക്കൊക്കെ കുടുംബത്തെയും കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടാവും. അവിടെ കുടുംബവും അവരൊന്നും കുടിക്കൂല എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയും. പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ്. ഓരോ കാരണങ്ങളാണ്. ഇതിനൊക്കെ നിസ്സാരവൽക്കരിച്ച് നമ്മളുടെ മക്കൾ തുടങ്ങാൻ കാരണമാകുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ്, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നവർ മദ്യം വിളമ്പുന്ന സദസ്സുകളിലേക്ക് കടന്നു ചെല്ലരുത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് എന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ ശൃംഖലയെയും, ലഹരിയുടെ എല്ലാ ശൃംഖലയെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശിതമായി വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്, ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു ഖംറിനെ ശപിച്ചിരിക്കുന്നു. ശാരിബഹ, അത് കുടിക്കുന്നവനെ, വസാഖിയഹ, അത് കുടിക്കുന്നവനെ മാത്രമല്ല കുടിക്കുന്നില്ലെങ്കിലും കുടിക്കുന്നവൻ ഒഴിച്ചു കൊടുക്കുന്നവനെ, വബായിഅഹ, അതിനെ കുടിക്കുന്നില്ലെങ്കിലും അതിനെ വിൽക്കുന്നവനെ, വമുബ്താഅഹ, അതുപോലെ തന്നെ അതിനെ വാങ്ങുന്നവനെ, വആസിറഹ, അതിനെ വാറ്റുന്നവനെ, അതുപോലെ തന്നെ മുഅ്തസിറഹ, അതിനെ വാറ്റിക്കുന്നവനെ, മറ്റൊരാളെ ഏർപ്പാട് ചെയ്തുകൊണ്ട് വാറ്റിച്ചെടുക്കുന്നവനെ, വഹാമിലഹ, അതിനെ വഹിച്ചുകൊണ്ട് പോകുന്നവനെ, അതിനെ കടകളിലേക്ക് അതിനെ എത്തിക്കുന്നവനെ, വൽ മഹ്മൂലത ഇലൈഹി, ഇങ്ങനെ ആരാണോ അതിന് വഹിക്കപ്പെടാൻ അതിനുവേണ്ടി ആളുകളെ ഉത്തരവാദിത്തപ്പെടുത്തുന്നവർ, ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ എല്ലാ ഭാഗങ്ങളെയും പറഞ്ഞുകൊണ്ട് പറയാണ്, അവരെയൊക്കെ അല്ലാഹു ശപിച്ചിട്ടുണ്ട് എന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. പലപ്പോഴും ലഹരി വസ്തുക്കളെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. അത് ചെറിയ തോതിലുള്ള കാര്യങ്ങളായാലും അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം
എന്നതു തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം. 40 ദിവസത്തെ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ഒരാള് ഒരു തവണ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ മൻ ശരിബഹാ ലം യഖ്ബലില്ലാഹു മിൻഹു സ്വലാതൻ 40 യൗമാ. പ്രിയപ്പെട്ട വിശ്വാസി, നമ്മൾ മനസ്സിലാക്കണം, കുറച്ചല്ലേ, ഒരു തവണയല്ലേ, കൂട്ടുകാരോടൊപ്പമല്ലേ, രുചി അറിയാനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നുണയുന്ന ആളുകൾ, അവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഒരു തവണ അത് കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരം അതുകൊണ്ട് നഷ്ടപ്പെടും എന്ന്, അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാണ്. അതുപോലെ തന്നെ നരകത്തിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരാണ്. ആരെങ്കിലും കള്ള് കുടിക്കുകയാണെങ്കിൽ അവനെ തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, എന്താണ് റസൂലേ ഈ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകി, നരകാവകാശികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന സ്രവം, നീരും ചലവുമാണ് അവർ നരകത്തിൽ കുടിപ്പിക്കപ്പെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സമൂഹത്തിന് ഉണ്ടാകേണ്ടുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത്, പലപ്പോഴും ഈ തിന്മയുടെ വഴിയിൽ പോകുന്ന ആളുകളെ അകറ്റി നിർത്തി അവരെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്ന ആളുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി നമ്മളോട് എങ്ങനെയാണ് ആളുകളെ തിന്മകളിൽ നിന്ന് അകറ്റി കൊണ്ടുവരേണ്ടത് എന്നതിനെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. സ്നേഹം ഉണ്ടാകണം. പലപ്പോഴും സ്നേഹം കിട്ടാത്ത കുടുംബപരമായ പ്രശ്നങ്ങൾ മറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഈ തമ്മാടിക്കൂട്ടത്തിനൊപ്പം പെട്ടുപോയ ആളുകളായിരിക്കും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു യുവാവ് വന്നുകൊണ്ട് പറയുന്നത്, റസൂലേ എനിക്ക് വ്യഭിചരിക്കണം എന്ന് പറയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ആളുകൾ ശബ്ദം ഉണ്ടാക്കി ഇത് പറഞ്ഞപ്പോ, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു, നിനക്ക് വ്യഭിചരിക്കണല്ലേ, നിന്റെ ഉമ്മ മറ്റൊരാളാൽ വ്യഭിചരിക്കപ്പെടുന്നത്, നിന്റെ പെങ്ങൾ, നിന്റെ മകൾ, ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞപ്പോ അയാൾക്ക് അസ്വസ്ഥമായി. അയാൾ പറഞ്ഞു, എനിക്കിത് ചിന്തിക്കാൻ പോലും കഴിയൂല റസൂലേ എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ നീ വ്യഭിചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീയും ഒരാളുടെ ഉമ്മയാണ്, പെങ്ങളാണ്, മകളാണ്, അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. നമ്മൾ അകറ്റിയും വെറുത്തുമല്ല, സ്നേഹത്തോടു കൂടി ഉപദേശിക്കണം. ഇസ്ലാം പറയൽ അന്നസീഹ എന്നാണ്. നസീഹത്ത് ഉണ്ടാവണം. നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അദ്ദീനു അന്നസീഹ, മതം ഗുണകാംക്ഷയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ ഒരു തിന്മ ചെയ്യുമ്പോൾ, നമ്മളുടെ അയൽവാസി ഒരു തിന്മ ചെയ്യുമ്പോൾ, അയാൾ ലഹരി നുണഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് അയാളുടെ ഒരു നസീഹത്ത് വേണം. നസീഹത്ത് പറഞ്ഞാൽ ചീത്ത പറയലല്ല, നസീഹത്ത് പറഞ്ഞാൽ പറഞ്ഞേക്കലല്ല. നമ്മൾ അയാൾ മാറണമെന്ന അത്രയധികം ആഗ്രഹത്തോടുകൂടി അയാളോട് ഉപദേശിക്കലാണ്, സ്നേഹത്തോടുകൂടി പറയലാണ്. അയാൾക്ക് പോലും നമ്മളോട് വെറുപ്പ് തോന്നാത്ത രീതിയിൽ തോളിൽ കൈയിട്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്ന ഉപദേശങ്ങളാണ്. ആ സ്നേഹോപദേശങ്ങളാണ് ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് ആളുകളെ വിലക്കുവാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ലഹരി കൊണ്ടുണ്ടാകുന്ന പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നല്ല സ്നേഹമുള്ള ബാപ്പയാണ്, മക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ രാത്രി ബാപ്പ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഭാര്യക്കും മക്കൾക്കുമെല്ലാം പേടിയാണ്. പറയുന്ന എത്രയെത്ര മക്കളെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു അധ്യാപകൻ എന്ന നിലയിൽ കരഞ്ഞു പറയുന്ന മക്കൾ, ഉപ്പയെ പേടിയാണ്, വീട്ടിലേക്ക് വരുമ്പം പേടിയാണ്, ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാറാണ്, വീടിന്റെ മുകളിൽ പോയി ഇരുന്നു കൊണ്ടാണ് രാത്രി ഞങ്ങൾ കഴിച്ചു കൂട്ടാറുള്ളത്, ഉപ്പ കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നാൽ പ്രശ്നമാണ് എന്ന് പറയുന്ന മക്കൾ. എന്തൊരു ജീവിതമാണത്, എന്തൊരു അസ്വസ്ഥമായ ജീവിതമാണത്, എന്ത് നരകതുല്യമായ ജീവിതമാണത്. കുടുംബത്തിന്റെയും ഭാര്യയുടെയും എല്ലാം സ്വസ്ഥതകൾ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നത് എന്തൊരു അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണ് എന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരാബിദിന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഈ ലഹരിയുടെ ഗൗരവത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്ന ഒരു അഥറാണ്. അദ്ദേഹം പറയുന്നത്, ഒരു മോശപ്പെട്ട സ്ത്രീ ആ ഒരു ആബിദായ, നന്നായിട്ട് ആരാധനകളിൽ മുഴുകുന്ന ഒരാളെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് വീട്ടിലേക്ക്, ഒരു കാര്യത്തിന് സാക്ഷ്യം പറയാനോ മറ്റോ പറഞ്ഞുകൊണ്ട്. അദ്ദേഹം ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഈ സ്ത്രീ അവരെ തടഞ്ഞു വെക്കുകയും എന്നിട്ട് 3 ഓപ്ഷനുകൾ മുന്നിലേക്ക് നൽകുകയും ചെയ്യാണ്. ഒന്നുകിൽ ഒരു പെഗ് മദ്യം കഴിക്കണം,
അല്ലെങ്കിൽ അവളെ പ്രാപിക്കണം, അതുമല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കൊല്ലണം എന്ന് അയാളോട് പറഞ്ഞു. അയാൾ മറ്റു വഴികളില്ലാതെ അതിലെ ഏറ്റവും ചെറിയ തിന്മയായ ഈ മദ്യത്തിന്റെ ഒരു പെഗ്ഗെടുത്തുകൊണ്ട് അയാൾ കഴിച്ചപ്പോൾ അയാളുടെ ഭാവം മാറി. ആബിദായ സൽക്കർമ്മങ്ങളിൽ നിരതനാകുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞു. അയാൾക്ക് അവർ മദ്യം ഒഴിച്ചു കൊടുത്തു. അവർ ആ കുഞ്ഞിനെ കൊന്നു, ആ സ്ത്രീയെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ് ഇന്നഹാ ഉമ്മുൽ ഖബായിസ്, അറിയുക അത് തിന്മകളുടെ മാതാവാണ്. നമ്മൾ നശിച്ചു പോകും, നമ്മുടെ കുടുംബം നശിച്ചു പോകും, നമ്മുടെ സമ്പത്ത് നശിച്ചു പോകും, നമ്മുടെ സന്തോഷങ്ങളെല്ലാം ഉടഞ്ഞു വീഴും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു വിമർശനമല്ല, ഇതൊരു സ്വയം സ്വീകരിക്കുവാനുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുർആനിന്റെയും കൽപ്പനയായി ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും വഴിയെ ഇതിന്റെ എല്ലാം വഴികളിലേക്ക് നമ്മൾ വീണു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, തിരിച്ചു വരുവാൻ, ഇസ്ലാം പറയുന്ന സമാധാനത്തിലേക്ക് തിരിച്ചു വരുവാൻ നാം എല്ലാവരും ജാഗ്രത പുലർത്തുക. അതുപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് റിപ്പോർട്ട് ചെയ്യുക. എന്നാൽ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനി, പിന്നെ ഒരാൾ ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ അതിനെ കഴിയുമെങ്കിൽ കൈകൊണ്ട് എതിർക്കുക, അല്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കുക, അല്ലെങ്കിൽ ഹൃദയത്തിനെങ്കിലും അതിനോടൊരു വെറുപ്പ് സൂക്ഷിക്കുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഇതിന്റെയൊക്കെ ഒപ്പം ചേർന്ന് നിൽക്കുക എന്നത് നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഹജ്ജിന് വേണ്ടി അപേക്ഷിക്കുവാനുള്ള കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. 2026 ജൂലൈ 20 അതിൻ്റെ അവസാന തീയതി എന്നും അറിയിച്ചിട്ടുണ്ട്. കേരള ഹജ്ജ് കമ്മിറ്റി .org എന്ന സൈറ്റിൽ, ആ സൈറ്റിൽ കയറിയിട്ട്, വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, നമുക്കതിന് അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയുന്ന സമയം നിറഞ്ഞത് ഇപ്പോഴാണ്. അപ്പോൾ അതിന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്ന സമയമാണ്. അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച കാര്യമാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വഴി സാധ്യമാകുന്ന ആളുകൾക്ക് അള്ളാഹുവിനോട് മനുഷ്യർക്കുള്ള നിർബന്ധ ബാധ്യതയാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ കാര്യമാണ്. യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറദ അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. അല്ലയോ മനുഷ്യരെ, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ ഹജ്ജ് ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യമാണ്. അപ്പോൾ സാമ്പത്തികമായി, ആരോഗ്യപരമായി ഒക്കെ അതിന് സാധിക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി അപേക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ഈ ഹജ്ജ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നല് ഒരു 10-70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ആലോചിക്കേണ്ടുന്ന ഒരു കർമ്മമായിട്ടാണ്. അങ്ങനെയല്ല ശരിക്കും ഇസ്ലാം അതിനെപ്പറ്റി പറഞ്ഞു തരുന്നത്. ആരോഗ്യമുള്ള സമയത്ത്, വാർദ്ധക്യം വരെ കാത്തു നിൽക്കാതെ തന്നെ നമുക്ക് സാമ്പത്തികമായും മറ്റൊക്കെ കഴിവുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ടുന്ന സമയമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, തഅജ്ജലു ഇലൽ ഹജ്ജി, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ധൃതി കാണിക്കുക എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് നമുക്ക് പറയാൻ കഴിയൂലല്ലോ. അപ്പോ ഇപ്പൊ സമ്പത്തുണ്ട്, പിന്നീട് വരും ഭാവിയിൽ ആ സമ്പത്ത് ഉണ്ടാകണമെന്നില്ലല്ലോ. ഇപ്പൊ ആരോഗ്യമുണ്ട്, പിന്നീട് ചിലപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഹജ്ജിന് നിങ്ങൾ ധൃതി കാണിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കാണ്, ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളിൽ പെട്ടതല്ലേ റസൂലേ ജിഹാദ്, അതുകൊണ്ട് തന്നെ ഞങ്ങളും ജിഹാദിൽ പങ്കെടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നത്, ലകുന്ന അഫ്ദലുൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ജിഹാദി എന്ന് പറയുന്നത് പോർക്കളത്തിൽ സമര പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങുക എന്നതല്ല, മറിച്ച് ഹജ്ജുൻ മബ്റൂർ, സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് ചെയ്യുവാൻ കഴിയുക എന്നുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ജൂലൈ 20 വരെയാണ് അതിന്റെ അവസാന തീയതി. ജൂലൈ 20 എന്ന് മനസ്സിലാക്കി അതിന് താല്പര്യമുള്ള, സാമ്പത്തികമായും മറ്റുമൊക്കെ കഴിവുള്ള ആളുകൾ അതിനുവേണ്ടി അപേക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മൾക്കെല്ലാം മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ലഹരി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പല കുടുംബങ്ങളെയും ബാധിക്കുകയും അവരുടെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് ഏവർക്കും മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പുതിയ തലമുറയെ അല്ലാഹു ചിന്താശേഷിയും ബുദ്ധിയും വിവേകവും എല്ലാമുള്ള ഒരു സമൂഹമാക്കി മാറ്റി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുത് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا اللهم احفظ بلادنا اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.